തിരുവോണമായിട്ട് സെറ്റും മുണ്ടും എടുത്ത് അമ്പലത്തിൽ പോകാൻ ആഗ്രഹിക്കാത്ത മലയാളികൾ വളരെ കുറവാണ്. എന്നാൽ മറ്റൊരാളുടെ ഹെൽപ്പില്ലാതെ സെറ്റും മുണ്ടും എടുക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇങ്ങനെ 2 പീസാണ് നമുക്ക് സെറ്റും മുണ്ടും എടുക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ 2 പീസും കൂടി നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോൾ വീതി കൂടിയതായിട്ട് ഉള്ള പീസാണ് നമുക്ക് മുണ്ടായിട്ട് വരുന്നത്. വീതി കുറഞ്ഞ പീസാണ് നമുക്ക് നേരിയതായിട്ട് നമ്മൾ കൊടുക്കുന്നത്. മുണ്ടും നേരിയതും തമ്മിൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു വഴിയാണിത്. വീതി കൂടിയത് നമ്മൾ മുണ്ടായിട്ട് കൊടുക്കുക, വീതി കുറഞ്ഞ പീസ് നമ്മൾ നേരിയതായിട്ട് കൊടുക്കുക. ഇനി നമുക്ക് സെറ്റ് മുണ്ട് കൊടുത്ത് തുടങ്ങാം. അതിനായിട്ട് നിങ്ങളുടെ സൗകര്യാനുസരണം നിങ്ങൾക്കൊരു അണ്ടർസ്കേർട്ടോ അതല്ലായെന്നുണ്ടെങ്കിൽ ഷേപ്പ് വെയറോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ധരിക്കാം. ഈ അണ്ടർസ്കേർട്ട് ഇടുന്ന സമയത്ത് നമ്മൾ ആ ഒരു കെട്ട് ഒരുപാട് ടൈറ്റ് ആക്കാതെ എന്നാൽ ഒരുപാട് ലൂസാക്കാതെ ആ ഒരു കെട്ടിൻ്റെ ഭാഗത്ത് നമുക്ക് ഒരു വിരൽ ഓടിക്കാൻ പാകത്തിന് മാത്രം ലൂസാക്കിയിട്ട് കൊടുക്കുക. അതാകുമ്പോൾ നമുക്ക് വയറ് ടൈറ്റായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി മുണ്ടെടുക്കാനായിട്ട് തുടങ്ങാം. മുണ്ടെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സാരി ഉടുക്കുന്ന സമയത്ത് നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് ഉടുത്താണ് തുടങ്ങുന്നത്. പക്ഷേ മുണ്ടെടുക്കുമ്പോൾ നമ്മളെപ്പോഴും ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഉടുത്ത് റൈറ്റ് സൈഡിൽ കൊണ്ട് നിർത്തുന്ന രീതിയിലായിരിക്കണം മുണ്ടെടുക്കേണ്ടത്. മുണ്ടെടുക്കാനാണെങ്കിൽ നമുക്ക് പല ടെക്നിക്ക് ഉപയോഗിച്ച് ഇത് ഉടുക്കാനായിട്ട് തുടങ്ങാം. കാരണം മുണ്ടിന് കുറച്ച് നീളം കൂടുതലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഉടുത്ത് നമ്മളിങ്ങനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് കുറച്ച് അധികം നീളമായിരിക്കും ചിലപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ മണ്ണക്കുറവൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് ഏറെയായിട്ട് നിൽക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ട്രിക്കാണ് നമുക്ക് നോക്കേണ്ടതെന്ന് നോക്കാം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഉടുത്ത് തുടങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വലത് സൈഡിൽ ആയിട്ട് വേണം ഇതിൻ്റെ കര വന്ന് നിൽക്കാനായിട്ട്. അപ്പോൾ ഒന്നുകിൽ വലത് സൈഡിലോ അല്ലെങ്കിൽ നമുക്ക് സെൻറ്ററിലാക്കിയിട്ടോ കര അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഉടുത്ത് തുടങ്ങി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചുറ്റിയെടുത്ത് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് അടുത്ത് തുമ്പ് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇത്രയും നീളക്കൂടുതൽ വരുന്നതായിട്ട് കാണാം. അപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് എന്താ ടെക്നിക്കാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ നമുക്ക് നേരെ ഫ്രണ്ടിൽ കര നമുക്ക് എവിടെയാണ് വന്നിരിക്കേണ്ടതെന്ന് നോക്കുക. ഇതിങ്ങനെ നമുക്ക് അകത്തേക്ക് വരേണ്ട പീസ് നമ്മൾ എത്രമാത്രം നമ്മൾ അധികം വരുന്നുണ്ടെന്ന് നോക്കിയിട്ട് അവിടെ നമ്മളിതുപോലെ 1-2 ഞൂറും എടുത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നല്ലപോലെ ആ കര അകത്തേക്കാക്കുന്ന രീതിയിൽ, എക്സ്ട്രാ നീളം നിൽക്കുന്നത് നമ്മൾ അകത്തേക്കാക്കുന്ന രീതിയിൽ ആദ്യമേ ഇതുപോലെ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ആ അണ്ടർസ്കേർട്ടിനുള്ളിലേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കുക. ഈ മുണ്ടിന് നല്ല വീതി വരുന്നത്. അപ്പം ഈ ടൈപ്പ് മുണ്ടൊക്കെ ആകുമ്പോൾ ഇതുപോലെ വീതി വരുന്ന ടൈപ്പൊക്കെ ആകുമ്പോൾ നീളം കുറഞ്ഞവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറെ അകത്തേക്ക് മടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ല സാധാ ഹൈറ്റുള്ളവരാണെങ്കിലും നമ്മൾ ഈ അകത്തേക്ക് ടക്കിൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ ചുരുട്ടി അകത്തേക്ക് കയറ്റാതെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് അകത്തേക്ക് കയറ്റാനായിട്ട് ശ്രമിക്കണം. ഇനി നമ്മൾ ആ ഫ്രണ്ട് ടക്കിൻ ചെയ്തിട്ട് ഒരുപാട് വലിച്ച് ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കാതെ കുറച്ചൊന്ന് ലൂസായിട്ടില്ലെങ്കിൽ നമ്മുടെ ആ കറക്റ്റ് സൈസിനനുസരിച്ച് ഇങ്ങനെ മുന്നേക്ക് കൊണ്ടുവന്നിട്ട് ഫ്രണ്ടിൽ അല്ലെങ്കിൽ സൈഡിൽ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ആ കര സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സെൻറ്ററിലായിട്ടാണ് കര അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ബാക്കി വരുന്ന പീസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അകത്തേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കാം. കഴിവതും ചുളുക്കമൊന്നും വരാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇങ്ങനെ ഉന്തി നിൽക്കുന്നതായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വയറിൻ്റെ ഭാഗമൊക്കെ ആണെന്നുണ്ടെങ്കിൽ തള്ളി നിൽക്കാതിരിക്കാനായിട്ടൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ഈ നീളം അഡ്ജസ്റ്റ് ചെയ്ത് മുണ്ടെടുക്കാനുള്ള രണ്ടാമത്തെ ടെക്നിക്കും കൂടെ നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ മടക്കൊന്നും ഇടാതെ ഞുറുവൊന്നും എടുക്കാതെ തന്നെ കറക്റ്റായിട്ട് നമുക്കിത് ടക്കിൻ ചെയ്ത് കൊടുക്കാം. ടക്കിൻ ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ഒരുപാട് ചുരുട്ടി വെക്കാതെ അകത്തേക്ക് ആ ബാക്കി വരുന്ന ഭാഗം അകത്തേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് തന്നെ വെച്ചെടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഈ അകത്ത് കുത്തുന്ന ആ ഒരു തുമ്പ് നമ്മൾ വെളിയിൽ കുത്തുന്ന തുമ്പിനേക്കാൾ ഒരു ശകലം കയറി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പുറത്ത് ചുറ്റി വരുന്ന സമയത്ത് അതിനേക്കാളുടെ താന്ന് നിൽക്കാനായിട്ട് അത് കാരണമാകും. ഇനി നമ്മളിങ്ങനെ ചുറ്റി കൊണ്ടുവന്നിട്ട് ഈ എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്ക് ഇതുപോലെ ഞുറു എടുത്ത് കൊടുക്കാം. അതായത് നമ്മുടെ ഈ കര വെളിയിൽ കാണുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഞുറു എടുത്ത് കൊടുക്കാം. അതൊന്നുകിൽ നമ്മൾ ഉടുക്കുന്നതിന് മുൻപായിട്ട് ഇതുപോലെ മടക്കി സെറ്റ് ചെയ്ത് അയൺ ബോക്സ് കൊണ്ടൊന്ന് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്താലും മതിയാവും. ഇനി ഈ വലതുവശത്ത് ഇങ്ങനെ കിടക്കുന്ന തുമ്പ് ഫ്രീ ആയിട്ട് കിടക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു തുമ്പ് നമ്മൾ ഇതുപോലെ ഒരു ഞുറു എടുത്ത് നമ്മുടെ ആ കര മാത്രം വെളിയിൽ കാണുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പം നേരത്തെ അയൺ ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഉടുക്കുന്ന നേരത്ത് നന്നായിട്ട് ഇതുപോലെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് കറക്റ്റ് ആ മടക്ക് കറക്റ്റായിട്ട് തന്നെ ഇരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പിന്നും കൂടെ കുത്തിയിട്ട് അത് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതുപോലെ ഞുറുവെല്ലാം എടുത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അണ്ടർസ്കേർട്ടിനുള്ളിലേക്ക് നമുക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി വരുന്ന ഭാഗം ഇതുപോലെ തന്നെ നമ്മൾ ചുളുക്കമൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് അകത്തേക്ക് നന്നായിട്ട് ടക്കിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് മുണ്ടിൻ്റെ നീളം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കൊടുത്താലും നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്കത് കിട്ടും. ഇനി നേരിയത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സാരിയോ ധാവണിയോ ഒക്കെ ഉടുക്കുമ്പോൾ തന്നെ എളുപ്പത്തിൽ നമുക്ക് നേരിയത് കൊടുത്തെടുക്കാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് എത്രമാത്രമാണ് ഷോൾഡറിൽ നിന്ന് താഴേക്ക് ബാക്കിൽ നമുക്ക് ഇറക്കം വേണ്ടത് അത് നോക്കിയിട്ട്
ബാക്കി ഭാഗം നമ്മൾ ഇതുപോലെ ചുറ്റിയെടുത്തിട്ട് നമ്മൾ ആ മുണ്ടിൻ്റെ അവിടേക്ക് ടക്കിൻ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളെവിടെയെങ്കിലും പോകാനായിട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ പ്ലീറ്റ്സൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇത് ചുളിവ് വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. നേരിയത് ഇതുപോലെ നമ്മൾ മുണ്ടിലേക്ക് ടക്കിൻ ചെയ്യുന്നതിനും ചില ടെക്നിക്സൊക്കെ ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഒന്നുകിൽ നമ്മൾ ഇതുപോലെ ഡയറക്റ്റായിട്ട് നമുക്ക് ആ മുണ്ടിനകത്തേക്ക് ടക്കിൻ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതുപോലെ ബാക്കിൽ കരയൊക്കെ നേരെ വരുന്ന രീതിയിൽ ഇതുപോലെ എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് ഷോൾഡറിലേക്ക് പിൻ ചെയ്ത് കൊടുത്താൽ മതി. ചില നേരിയതിന് നല്ല നീളക്കൂടുതൽ കാണും. അപ്പോൾ നമ്മളിങ്ങനെ ഉടുക്കുന്ന സമയത്ത് ഒരുപാട് തുമ്പ് ഇങ്ങനെ കിടക്കുന്നതായിട്ട് തോന്നും. അതല്ല എന്നുണ്ടെങ്കിൽ നീളക്കുറവുള്ളവരൊക്കെ ആണെന്നുണ്ട് ഇത് ഉടുക്കുന്നതെന്നുണ്ടെങ്കിലും അവർക്കും ഇത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടെക്നിക്ക് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിതുപോലെ കര കാണുന്നത് പോലെ ഒരു ഞൂറ് കൊടുക്കുക. അപ്പം അവരുടെ ഹൈറ്റിനനുസരിച്ചിട്ട് 1 അല്ലെങ്കിൽ 2 ഞൂറ് എടുത്തിട്ട് നമ്മൾ മുൻപേ മുണ്ടെടുക്കുമ്പോൾ ചെയ്തതുപോലെ തന്നെ കര കാണുന്ന രീതിയിൽ നന്നായിട്ട് എടുത്തിട്ട് ഇതുപോലെ കൈകൊണ്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ആ ഒരു മുണ്ടിൻ്റെ ഭാഗത്തേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ടക്കിൻ ചെയ്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ നന്നായിട്ട് ഈ ഒരു കര കാണുന്ന രീതിയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്തായിട്ട് പിൻ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഞൂറ് എടുത്തിട്ടാണെങ്കിലും ഇതുപോലെ ഈ ഭാഗത്തായിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സൈഡിൽ വരുന്ന കരയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ഈ വയറൊക്കെ നന്നായിട്ട് മറഞ്ഞു കിടക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇനി അതും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫ്രണ്ടിൽ കര എടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു ഞുറുവായിട്ട് എടുത്തിട്ടുള്ള ആ ഒരു കരയുടെ ആ ഒരു താഴ്ഭാഗത്തായിട്ട് നമുക്കിതുപോലെ ഈ ഒരു നേരിയതിൻ്റെ ഭാഗം കയറ്റി വെച്ച് അവിടെ ഒരു പിൻ ചെയ്ത് കൊടുത്താലും ഇതുപോലെ നല്ല വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ആ ഫ്രണ്ടിലെ കര നന്നായിട്ട് കാണുന്ന രീതിയിലിരിക്കും. ബാക്കിലേക്കാണെങ്കിലും നല്ല വൃത്തിയായിട്ടായിരിക്കും ആ കര ഇരിക്കുന്നത്. ഇനി നമ്മൾ ഷോൾഡറിലേക്ക് പിൻ ചെയ്ത് കൊടുക്കുമ്പോഴാണെങ്കിൽ സിമ്പിളായിട്ട് കൊടുക്കാനാണെങ്കിൽ നമ്മൾ ഇതുപോലെ നന്നായിട്ട് ആ ഒരു നേരി സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു തുമ്പ് ഭാഗം വരുന്ന ഭാഗം, അപ്പോൾ നമ്മൾ സാധാരണ പ്ലീറ്റൊക്കെ എടുത്ത് കുത്തുന്ന പോലെ ഒരു ചെറിയ ഒരു പ്ലീറ്റ് വരുന്ന രീതിയിൽ ഇതുപോലൊന്ന് മടക്കിയിട്ട് നമുക്ക് ആ ഒരു ഷോൾഡറിലേക്ക് പിൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് പ്ലീറ്റ് എടുത്ത് കുത്താൻ സമയമില്ലാത്ത അവസരത്തിനാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എടുത്തുകൊണ്ട് പോകാനാണെങ്കിലും നമുക്ക് ഈ ഒരു ടെക്നിക്ക് ചെയ്യാം. ഇതുപോലെ ആ ഒരു മടക്ക് വരുന്ന ഭാഗത്തേക്ക് നമ്മൾ കൈയൊന്നും കയറ്റി നന്നായിട്ട് അവിടെ നിന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ചുളുക്കമൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ വയറൊക്കെ മറിഞ്ഞ് കിടക്കാനായിട്ടാണെങ്കിലും അത് ഹെൽപ്പ് ചെയ്യും. നമുക്ക് കാണാനാണെങ്കിലും സിമ്പിളായിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് കിട്ടും. ഇനി പ്ലീറ്റ്സ് എടുത്ത് കുത്താനാണെങ്കിൽ നമുക്ക് എത്രമാത്രം വീതിയിൽ വേണോ അതനുസരിച്ച് നമുക്ക് പ്ലീറ്റ്സ് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഷോൾഡറിൽ വെച്ച് നമുക്ക് എത്രമാത്രം തുമ്പ് കിടക്കണോ അത് നോക്കിയിട്ട് നമുക്ക് ഷോൾഡറിൽ പിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ വരുന്ന ഓരോ ഞുറും ഒന്നുകിൽ ഉടുക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് അയൺ ബോക്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഹെയർ സ്ട്രൈറ്റ്നർ വെച്ചിട്ടോ നമുക്ക് നന്നായിട്ട് ഒന്ന് തൂത്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓരോ ഞുറുവും പിടിച്ച് നമ്മുടെ വിരൽ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് അമർത്തിയിട്ട് വെച്ച് കഴിഞ്ഞാലും നല്ല ഭംഗിയായിട്ടതിരിക്കും. ഇനി നമ്മൾ ഇതുപോലെ അപ്പുറത്തു നിന്ന് നമുക്ക് ചുറ്റി ഈ ഒരു തുമ്പ് കൊണ്ടുവന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടത് പിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അവിടെ ആ മുണ്ടിൻ്റെ ഭാഗത്ത് ടക്കിൻ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ആ ഷോൾഡറിൽ വന്നിട്ടുള്ള ഭാഗം എടുത്ത് നന്നായിട്ടൊന്ന് കുടഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഷോൾഡറിലേക്ക് തിരിച്ച് കുത്തുകയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആ ഞുറുവൊക്കെ അറേഞ്ചായിട്ട് സ്പ്രെഡായിട്ടിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഞാനിത് ഓരോ സ്റ്റെപ്പും പറഞ്ഞു തന്ന് ചെയ്തുകൊണ്ടാണ് ഇത്രയും ലെന്തായിട്ട് മാറുന്നത്. നിങ്ങൾ ഈ ഒരു ടെക്നിക്സൊക്കെ യൂസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ മാക്സിമം പോയാൽ ഒരു 4 മിനിറ്റിനുള്ളിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് ഈ ഒരു സെറ്റ് മുണ്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു മുന്താണി വരുന്ന ഭാഗം നമുക്ക് സ്പ്രെഡ് ചെയ്തിടാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇടാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഒരു പിൻ ചെയ്തും ഉപയോഗിക്കാം. സെറ്റ് മുണ്ട് സ്വന്തമായിട്ട് എടുക്കാൻ അറിയാത്തവർ ഈ ടെക്നിക്സൊക്കെ യൂസ് ചെയ്ത് എന്തായാലും ഈ ഓണത്തിന് ഒന്ന് എടുത്ത് നോക്കൂ.